CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കൊടിമര ജാഥ സമ്മേളന നഗരിയായ യെച്ചൂരി നഗറിൽ എത്തിച്ചേരുന്നു. ഇതിൻ്റെ തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുകയാണ്. സുജു, 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പുതു ഊർജം കൈവരിക്കുന്ന പ്രക്രിയയാണ് ഓരോ ജില്ലാ സമ്മേളനങ്ങളും. അതിങ്ങനെ നടന്നു വരുന്നു. പത്തനംതിട്ടയിൽ കൊടിമരം നാട്ടി സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമെന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷ സൂചിപ്പിച്ചുള്ള കൊടിമരം നാട്ടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൊടിമരം കൊടി ഉയർത്തും. സ്വാഗത സംഘം ചെയർമാൻ PJ അജയ്കുമാറാണ് കൊടി ഉയർത്തുക. അല്പസമയങ്ങൾക്ക് മുമ്പാണ് വിവിധ സ്ഥലങ്ങളിൽ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിച്ച കപ്പി, കയർ, കൊടിമര കൊടി ജാഥകളെല്ലാം തന്നെ ഈ പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം വിവിധ നേതാക്കൾ ഈ കൊടിമരം ദീപശിഖ ഉൾപ്പെടെയുള്ള ഏറ്റുവാങ്ങുകയും അതിനുശേഷമാണ് ഇപ്പോൾ കൊടിമരം നാട്ടിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കൊടിമര കൊടി ഉയർത്തുകയും ചെയ്യും. അതോടുകൂടി തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് അതിൻ്റെ നടപടികൾ തുടങ്ങി, അല്ലെങ്കിൽ ജില്ലാ സമ്മേളനം ആരംഭിക്കുക എന്ന് പറയാം. നാളെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് 30-ാം തീയതി പൊതുസമ്മേളനം കോന്നി KSRTC മൈതാനി, അതായത് സീതാറാം യെച്ചൂരി നഗറിൽ PB അംഗവും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ജില്ലയിലെ 1656 ബ്രാഞ്ച് സമ്മേളനങ്ങളും 113 ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും അതുപോലെ 11 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു. പാർട്ടി ഈ സമ്മേളനഘട്ടം ആരംഭിക്കുമ്പോൾ ചില സമ്മേളനങ്ങൾ നടക്കില്ല എന്ന് പോലും മാധ്യമങ്ങൾ ചില തലത്തിൽ എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം വ്യാജ പ്രചരണങ്ങളെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും തന്നെ ഇത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇത്രയധികം സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നു. അതിലെ സമ്മേളന വേദികളിൽ വെച്ച് അതത് ഘടകങ്ങളുടെ അധ്യക്ഷന്മാരെ, സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്ന അത്ര വിപുലമായ പരിപാടികൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമ്മേളനം പുരോഗമിക്കുന്നത്. അല്പസമയത്തുള്ളതിനെ CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കൊടിയുയരും. സ്വാഗത സംഘം ചെയർമാൻ PJ അജയ്കുമാറാണ് ഈ പൊതുസമ്മേളന നഗരിയിൽ വെച്ച് ഈ കൊടി ഉയർത്തുക. പതാക ജാഥ ആരംഭിച്ചത് പന്തളം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ CPM ജില്ലാ സെക്രട്ടറി PB ഹർഷകുമാർ, R ജ്യോതികുമാർ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. PB സന്ദീപ് കുമാർ തിരുവല്ലയിലെ അനശ്വര രക്തസാക്ഷി, അവിടുന്ന് ആരംഭിച്ച പതാക ജാഥ CPM ജില്ലാ സെക്രട്ടറി മെമ്പർ R സനൽകുമാറിന്റെ പക്കൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഏറ്റുവാങ്ങി. അതുപോലെ പൊതുസമ്മേളന നഗരിൽ ഉയർത്തുന്ന കൊടിമരം അത് PJ അജയ്കുമാർ, ശ്യാംലാൽ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ എന്നിവരിൽ നിന്ന് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉയർത്തേണ്ട ദീപശിഖ ജാഥയും അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ ഈ കൊടിമരത്തിലേക്ക് ഉയർത്തേണ്ട പതാക അത് കൈമാറുകയാണ്. അത് ഈ കൊടിമരത്തിലേക്ക് സ്ഥാപിക്കുകയും പിന്നീട് അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ PJ അജയ്കുമാർ കൊടി ഉയർത്തുകയാണ്. അതോടുകൂടി തന്നെ സമ്മേളനത്തിന് നടപടികൾക്ക് തുടക്കം കുറിക്കും. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോന്നിയെ സംബന്ധിച്ചോളം അഭിമാന നിമിഷമാണ്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നു കോന്നി നഗരം എന്നത് കോന്നിക്കാരെ ഇപ്പോൾ വലിയ ആവേശം നിറയ്ക്കുന്നതാണ്. നഗരം മുഴുവൻ അലങ്കരിക്കുകയും അതിൽ വലിയ പ്രചരണ പരിപാടികൾ, മാധ്യമ സെമിനാർ പോലെ ക്രിയാത്മകമായ പരിപാടികൾ കോന്നിയിലും പത്തനംതിട്ടയിലും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. അങ്ങനെ ക്രിയാത്മകമായ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ
കൊടിമര ജാഥയെല്ലാം എത്തിച്ചേർന്ന് ഇനിയും അടക്കാനുള്ളത് പതാക ഉയർത്തുന്ന ചടങ്ങാണ്. അത് അല്പസമയത്തുള്ളിൽ തന്നെ ആ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും CPM-നെ സംബന്ധിച്ചോളം, അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം 3 വർഷം കൂടിയിരിക്കുമ്പോൾ സമ്മേളനങ്ങൾ കൃത്യമായി നടത്തുന്നു. ആ നടത്തുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് മറ്റ് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, ജില്ലാ അധ്യക്ഷന്മാരെയൊക്കെ തന്നെ പ്രവർത്തകരല്ല തിരഞ്ഞെടുക്കുന്ന പലപ്പോഴും അത് കേന്ദ്ര നേതൃത്വങ്ങളിൽ നിന്ന് ആളുകളെ അടിച്ചേൽപ്പിക്കുന്നു എന്ന ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉയരുമ്പോഴാണ് CPM-നെ പോലൊരു സംഘടന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെ മാർക്സിസ്റ്റ് സംഘടന, അതിൻ്റെ ജനാധിപത്യ രീതിയിൽ തന്നെ അതിൻ്റെ താഴെത്തട്ടുള്ള ബ്രാഞ്ച് മുതൽ ഏരിയ തലങ്ങളിലെല്ലാം തന്നെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അതിൻ്റെ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം, കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനവും പിന്നീട് പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കും. ഇതെല്ലാം തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, ചിട്ടയായ ജനാധിപത്യ പ്രവർത്തനങ്ങൾ, ഉൾപാർട്ടി ചർച്ചകൾ, വിമർശനങ്ങൾ, അത്തരമെല്ലാം നടപടികൾ കൂടി നടത്തിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം, ആ പാർട്ടിയിലെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഒരു വലിയ ഉത്സവം പോലെ തന്നെയാണ്. ഏവരും ഒറ്റക്കെട്ടായി നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ PJ അജയകുമാർ ആ സമ്മേളന കൊടിമരം ഉയർത്തും. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ജില്ലാ സെക്രട്ടറി അംഗങ്ങളായിരിക്കുന്ന R സനൽകുമാർ, കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു അബ്രഹാം, മറ്റ് ഏരിയ സെക്രട്ടറിമാർ, ഭാരവാഹികൾ ഒക്കെ തുടങ്ങിയവർ സമ്മേളന നഗരിയിലുണ്ട്. ഇപ്പോൾ കൊടിയുയർത്തലിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും കടക്കാവുന്നതാണ്. PJ അജയകുമാറാണ് സ്വാഗത സംഘം ചെയർമാൻ. ഇപ്പോൾ പൊതുസമ്മേളന നഗരിയായിരിക്കുന്ന സീതാറാം യെച്ചൂരി നഗരിൽ കോന്നി KSRTC മൈതാനിൽ കൊടിയുയർത്തുകയാണ്. ഇതോടുകൂടി CPM-ന്റെ 12-ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. വലിയ ആവേശജനമായ സ്വീകരണമായിരുന്നു. വിവിധ അതെ, പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ സമ്മേളിച്ചു. ഇതാ കൊടിമരം നാട്ടി പതാക ഉയർന്നിരിക്കുന്നു. ഇനി സമ്മേളന കാലമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.